ഹലോ ഗായ്സ്, വെൽക്കം ടു ഡീഷ്മി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സർപ്രൈസ് ഗിഫ്റ്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ വേറെ ആർക്കും അല്ല, ഈ സർപ്രൈസ് ഗിഫ്റ്റ് എൻ്റെ സ്വന്തം ചേച്ചിക്കുട്ടിക്കാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബറിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ്, മൈ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. ഞാനൊരു കുറച്ച് ഒരു ഗിഫ്റ്റായിട്ട് ചേച്ചിൻ്റെ പിറന്നാളിന് അങ്ങനെ ഞാൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നെ കൊടുക്കുക എന്ന് കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഞാനങ്ങനെ തിരഞ്ഞു പിടിച്ച് ചേച്ചിക്ക് ഇഷ്ടമാവുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നു. GRT ജ്വല്ലറിയിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു റിങ്ങാണ് കേട്ടോ. അപ്പോൾ അത് കാണിക്കുന്നുണ്ട് ആ റിങ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ കിട്ടി, ഓർഡർ ചെയ്തിട്ട് എൻ്റെ കൈ കിട്ടിയ ദിവസത്തെ എൻ്റെ റിയാക്ഷനാണ് ഈ കാണുന്നത്. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന റിയാക്ഷൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ്റെ ചേച്ചിക്ക് ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് ഗിഫ്റ്റാണ്. കുറച്ച് സ്പെഷ്യലായിരിക്കും ഞാൻ കരുതിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അത് കൈ കിട്ടുമ്പോഴൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൈ കിട്ടി, ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു കറക്റ്റ് ആ ഭംഗി, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ ആ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് എന്നിട്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് പാലക്കാട്ടോട്ട് കൊറിയർ ചെയ്യുകയാണ് ചെയ്തത്. ഡിസംബർ 14 ചേച്ചിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ കൊറിയർ ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു, എന്താ പറയുക, ഫുൾഫില്ലായെന്ന് പറയാം. എല്ലാ വർഷവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസസ് കൊടുക്കാൻ സാധിക്കണേന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം, അവർക്കും ഒരു ഹാപ്പിനെസ്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും അറിയില്ല കേട്ടോ, ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സൂചനയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഗിഫ്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ കൊറിയർ ചെയ്തു. എന്നിട്ട് അതായത് ഇവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് പാലക്കാട്ടോട്ട് കറക്റ്റ് ഒരു 14 എത്തുന്ന പോലെ. 14 ആക്ച്വലി സൺഡേ ആയിരുന്നു. അപ്പോൾ സൺഡേ വരില്ല കൊറിയർ എന്ന് പറഞ്ഞതുകൊണ്ട്, ചിലപ്പോൾ വരില്ല എന്ന് കരുതിയുകൊണ്ട് ഞങ്ങളത് സാറ്റർഡേ റീച്ച് ആവുന്ന പോലെ തന്നെ ഗിഫ്റ്റ് കൊടുത്തു. പാക്കൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. എന്നിട്ട് അവസാനം ചേച്ചിക്ക് അത് റിസീവായി. ചേച്ചി വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആ ചേച്ചിയുടെ റിയാക്ഷൻ വീഡിയോ കേട്ടോ, എൻ്റെ ചേച്ചിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടത് എന്താ പറയുക, കിട്ടിയ ഉടനെ ഓപ്പൺ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ബർത്ത്ഡേ ഡേ ഓപ്പൺ ചെയ്താൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറന്നാളിന് അന്നേ ദിവസം ഓപ്പൺ ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നേ ദിവസം വരെ ചേച്ചി വെയിറ്റ് ചെയ്തു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അന്നേ ദിവസം വരെ, തലേ ദിവസം റിസീവായിട്ട് അന്നേ ദിവസമാണ് ചേച്ചി അത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ചേച്ചിയുടെ ആ റിയാക്ഷനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ചേച്ചി പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര, നമുക്കത് കേൾക്കുമ്പോഴാണ് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആ ഒരു റിയാക്ഷൻ കാണുമ്പോൾ അതിലേറെ സന്തോഷം. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷം എനിക്ക് ഇത്തരം ഒരു ഗിഫ്റ്റ് എൻ്റെ ചേച്ചിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ. ഐ എം സോ ഹാപ്പി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഇഷ്ടമായെങ്കിൽ. ബൈ.